വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ഇതാരും ജോയിയോ? എന്തുണ്ട് വിശേഷം? വാ, കയറി വാ. നല്ല വിശേഷം എന്നൊക്കെ പറയണമെന്നില്ല ചേട്ടാ. ഇരിക്കേ. പക്ഷേ ഇനി തൽക്കാലം അതിന് കഴിയില്ല. അതെന്താ? വർക്ക് തീരെ കുറവാ ചേട്ടാ. സാമ്പത്തികമായിട്ട് നല്ല ടൈറ്റും ഉണ്ട്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല കഷ്ടത്തിലാണ്. ചേട്ടൻ എനിക്കൊരു 5000 രൂപ കടമായിട്ട് തരണം. 2 മാസം കഴിയുമ്പോൾ തിരികെ തരാം. അതിനിപ്പോൾ എന്താ ജോയി? 2 മാസമല്ല, 12 മാസം കഴിഞ്ഞാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്താടാ നിനക്കത്ര അത്യാവശ്യം? അത് പിന്നെ ചേട്ടാ, വാടക കൊടുക്കണം. ഭാര്യയുടെ മരുന്നുമെല്ലാം തീർന്നിരിക്കുകയാണ്. നീ ഇപ്പം താമസിക്കുന്നത് ആ അഗസ്റ്റിൻ്റെ വീടിൻ്റെ അപ്പുറത്തല്ലേ? ആ പഴയ വീട്ടിൽ? അതെ, ആ ജോസഫ് സാറിൻ്റെ വീട്ടിൽ. അതിപ്പോൾ നോക്കി നടത്തുന്നത് സാറിൻ്റെ അനുജൻ ആ ജോബാ. അവനിത്തിരി കടുംപിടുത്തക്കാരനാ. 2 മാസത്തെ വാടക കൊടുക്കാനുണ്ടേ. മാസം 4000 രൂപയാ. അപ്പം 8000 രൂപ വേണ്ടടാ. അത് ചേട്ടാ, 1 മാസത്തെ വാടക കൊടുത്തിട്ടേ മറ്റത് അവധി പറയാമെന്ന് വിചാരിച്ച. പിന്നെ 1000 രൂപ ഭാര്യയ്ക്ക് മരുന്നിനാ. ഞാൻ നിന്നോട് എന്താ പറയാ? നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നെ വെറുങ്കയോട് പറഞ്ഞു വിടാൻ മനസ്സനുവദിക്കുന്നില്ല. ഞാൻ പറയുന്നത് കേട്ടാ നീ ഞെട്ടും, അത്ഭുതപ്പെടും. എന്താ ഏട്ടാ? എൻ്റെ ജോയി, ഈ കാണുന്ന കാഴ്ച മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ ആത്മാഭിമാനം അതൊന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിതൊന്നും ആരോടും പുറത്തു പറയാത്തത്. എന്ത് പറ്റി ഏട്ടാ? ആളുകൾ നോക്കുമ്പോൾ നല്ലൊരു ജോലിയുണ്ട്,
പുറമെ ഒരു കുഴപ്പമില്ല. ഈ കിട്ടുന്നത് മുഴുവൻ എങ്ങോട്ടടാ പോകുന്നത്? പലിശയ്ക്ക്. മകനിപ്പോ കാനഡയിലാണല്ലോ. അവന് പഠിക്കാൻ ചെലവാക്കിയ ലോണിൻ്റെ തിരിച്ചടവ്, മകളുടെ കല്യാണ ചെലവിൻ്റെ കടങ്ങൾ, എല്ലാം കൂടി ഞാൻ നഷ്ടം തിരിയാണടാ. ഇപ്പോൾ വന്ന് ഇവിടുത്തെ ചെലവ് പോലും കഷ്ടത്തിലാണ്. എന്തിന്? നീ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മരുന്ന്. എൻ്റെ പ്രഷറും ഷുഗറൊന്നും ഞാനിപ്പോൾ നോക്കാറില്ല. അവരുടെ മരുന്നിന് തന്നെ മാസം 1500 രൂപ വരും. ഇതൊക്കെ ആളുകളോട് പറയാൻ പറ്റുമോ? ഓ സോറി ഏട്ടാ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അല്ലേ തന്നെ പുറമെ നിന്ന് നോക്കുമ്പോൾ ഇതൊന്നും ആർക്കും തോന്നില്ല അല്ലേ? പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്. ഞാനിതാരോടും പറയാറില്ല. ഇവിടെ നിന്നോട് പറയാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പണമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ഇല്ല. എന്നതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാ. ദൈവത്തെ ഓർത്ത് നീ ഇതാരോടും പറയരുത്. ആ അതൊക്കെ പോട്ടെ. അല്ല, നിന്റെ കേസ് എന്തായി? ആ പോൾസനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ? ഇല്ല ഏട്ടാ, എൻ്റെ ഭാര്യയുടെ അസുഖ സമയത്ത് ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് 3-4 ലക്ഷം രൂപ ഞാൻ കടമായിട്ട് വാങ്ങിയിരുന്നു. പണം തിരികെ കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോഴാണ് താൽക്കാലികമായിട്ട് വീടിനായിട്ട് 5-6 വർഷം മുന്നേ വീടും സ്ഥലവും പുള്ളിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. പിന്നീട് പുള്ളി പറഞ്ഞു ഞാനത് 35 ലക്ഷത്തിന് വിറ്റതാണെന്ന്. പിന്നെ കേസായി മൊത്തം പ്രശ്നമായി. ഞാൻ പോട്ടെ ഏട്ടാ. ചേട്ടൻ്റെ പ്രശ്നങ്ങളെല്ലാം ശരിയാവും. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്നും തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ലൂക്ക 6-45 ഓ ആയിക്കോട്ടെ. എങ്കിൽ പിന്നെ ഞാൻ ചെല്ലട്ടെ. ഓ അപ്പോ ഇന്നത്തെ കാര്യവും തദൈവ. അല്ല, ഇന്ന് നമുക്ക് മറ്റേ പാർട്ടി കൂടി ഒന്ന് വിളിച്ച് ചോദിച്ചാലോ? അവർക്ക് മേടിക്കാൻ ഉദ്ദേശമില്ലെന്നേ. കൊച്ചുവെളുപ്പാങ്കാലത്തെ ഓടിച്ചാടി ചെന്നത് മിച്ചം. എടാ അഗസ്റ്റിനെ, എന്താടാ ഇന്ന് പരിപാടിയൊന്നുമില്ലേ? ഓ അതെന്താടാ ഒരു ഉഷാറില്ലായ്മ? ഒരു പാർട്ടിയായിട്ട് തലം കണ്ടിട്ട് വഴിയാ സംഗതി നടന്നില്ല. അതാണൊരു ഉഷാറില്ലായ്മ. എടാ നിങ്ങളാ ആൻറ്റോനെ കണ്ട? ഇല്ല. എന്താ ഏട്ടാ? എടാ ഇതേ ആ ആൻറ്റോൻ്റെ ഫോണാണ്. അവനിതാ അംബ്രോസിന്റെ കടയിൽ വെച്ച് മറന്നുപോയി. ഒരു മഹേഷ് ആതിര എന്ന് പറഞ്ഞൊരാള് വിളിച്ചിട്ടുണ്ടായി. 1-2 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്തു. ആതിര ടെക്സ്റ്റൈൽസിൽ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞത്. അതിന് ചേട്ടന്റെ ഫോണിൽ നിന്ന് വിളിച്ചു പറഞ്ഞാ പോരെ? ആരെ? ഈ ആന്റോനെ. എടാ ഇത് അവന്റെ ഫോണല്ലേ എന്റെ കയ്യിലിരിക്കണത്. എന്റെ ഫോണിൽ നിന്ന് അവന്റെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിലിരിക്കുന്ന അവന്റെ ഫോണല്ലേ റിങ് ചെയ്യുള്ളൂ. ഓ എന്റെ അമ്മൂ. എടാ ഞാൻ നിങ്ങളെ കണ്ടിട്ടുമില്ല, നിങ്ങളോട് ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. എടാ വരട്ടേട്ടാ. ചില സമയത്ത് അങ്ങനെയാണ്, അറിയാതെ മണ്ടത്തിൽ അങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കും. നീ എന്തൊന്നും മിണ്ടാത്തത്? എടാ മഹേഷ് ആതിര, ആതിര ടെക്സ്റ്റൈൽസ്. ആദ്യം ആ ചേട്ടൻ പറഞ്ഞിട്ട് പോയല്ലേ? എടാ മഹേഷ് ആതിര ആൻഡോയെ 1-2 തവണ കൂടുതൽ വിളിച്ചെങ്കിൽ അവർക്ക് നമ്മുടെ സേവനം ആവശ്യമില്ലടാ. നിങ്ങളുടെ ജോലി എന്തുതന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ.
കൊളോസോസ് 3:23 ഓ അത് ശരിയാണല്ലോ. നീ വണ്ടി കയറിയേ വാ. എന്തു പറ്റി ചേട്ടാ? ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ടല്ലോ. ഹേയ്, വട്ടൊന്നുമല്ലടാ, നീ പേടിക്കണ്ട. അല്ല അതേ ആ ദേ ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം കേട്ടോ. അല്ലേ പിന്നെ ഈ വന്നവൻ്റെയും പോണവൻ്റെയും മുന്നിലേ വാചക സർത്ത് നടത്തിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. 7:45 ഇതെപ്പം നടന്നു എന്ന് ചോദിച്ചാൽ മതി. ചേട്ടൻ ഇത് 9 ലക്ഷത്തിൽ തന്നെ പിടിച്ചു നിൽക്കുന്നോണ്ടാ. എടാ ആ നീ ഇതിങ്ങനെ നിസ്സാരമായിട്ട് കാണല്ലേ. ആ സ്ഥലത്തിന് അവിടെ 9 ലക്ഷം കൂടുതലൊന്നുമല്ല. അതെനിക്കും അറിയാന്ന്. പക്ഷേ സംഗതി ഒരു സ്ഥലം വാങ്ങിക്കാൻ വരുന്നവരെ എന്താ ആദ്യം അന്വേഷിക്കുന്നത്? സമീപകാലത്ത് അവിടെ എന്ത് വിലയ്ക്കാണ് കച്ചവടം നടന്നിട്ടുള്ളതെന്ന്. അങ്ങനെ വരുമ്പോൾ 7:45 കുറച്ച് കൂടുതലല്ലേ ചേട്ടാ? ദേ എങ്ങനെ വന്നാലും 8 ലക്ഷം. 8 ലക്ഷത്തിന് നീ ഇത് ഉറപ്പിക്കണം. അത് നമുക്ക് ഉറപ്പിക്കാം. ഒരു മിനിറ്റ്. ആ സാറേ പറഞ്ഞോ. ആണോ? അയ്യോ, അത് ഞാനേ ആ ജോണിയേട്ടനോട് ഒന്ന് ചോദിച്ചോട്ടെ. ഒരു മിനിറ്റ് സാറേ. ചേട്ടാ, പാർട്ടി 10 മണിക്ക് വരാമെന്നല്ലേ പറഞ്ഞത്? അതെ. ഇപ്പോൾ 11 മണിയായാൽ കുഴപ്പമുണ്ടോന്നാ ചോദിക്കുന്നത്. ഏയ് ഒരു കുഴപ്പമില്ല സാറേ. കുഴപ്പമില്ല കേട്ടാ. അപ്പോൾ 11 മണി. ശരി ശരി, വിളിച്ചാൽ മതി. അവരേ നമ്മുടെ ജംഗ്ഷനിൽ വന്നിട്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ആ ഓ, ഇതാരാണ്? നെൽസണോ? ഇവനെന്തിനാ എന്നെ വിളിക്കുന്നത്? ആ നീ ഫോൺ എടുക്ക്, എന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഹാ ഹലോ നെൽസ, എന്തൊക്കെയുണ്ടോ വിശേഷം? എന്താണോ നീ വിളിച്ചത്? ആ അതെ, നീ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കും. ഞാൻ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവനോട് ഇത് എന്തു പറയാനാണ്? എന്താ ചേട്ടാ? നെൽസൺ എന്നെ വിളിച്ച് കാശ് കടം ചോദിച്ചു അല്ലേ? അതെ. ഇനി 2 മണിക്കൂർ കഴിഞ്ഞ് അവനോട് എന്ത് പറയും? ഇതല്ലേ നിന്റെ വിഷയം? അതെ. എടാ ഇതൊക്കെ വെച്ചേ ലാഗ് ജയിക്കരുത്. വെട്ടൊന്ന് മുറി 2. ഫസ്റ്റിലത്തെ വിളി തന്നെ നേരിട്ടാണെങ്കിൽ ഫസ്റ്റ് ചോദ്യത്തിൽ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തേക്കണം. നീ നേരത്തെ എന്നോട് ചോദിച്ചില്ലേ ചേട്ടൻ എന്തിനാ വെറുതെ ചിരിക്കുന്നതെന്ന്? അത് ഇതുപോലെ ഒരാളെ സ്പോട്ടിൽ കട്ട് ചെയ്ത് ഓർത്ത് ചിരിച്ചു പോയതാ. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ഫിലിപ്പി 2:4-5 ഇതിപ്പോ 2ാമത്തെ ആളാണ് നീ. എടാ എത്ര ആളായിക്കോട്ടെ, അത് കൈകാര്യം ചെയ്യാൻ പഠിക്കണം. എൻ്റെ അടുത്തൊന്നും വേറെ ആരുമല്ല. നമ്മുടെ ആ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ കേസും കുട്ടീശ്വരൊക്കെ ആയിട്ട് നടക്കുന്ന ജോയിയാണ്. അതെ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ആ തോംസൺ സാറിനോടേ കാശ് വാങ്ങിച്ചിട്ടേ പുള്ളിക്ക് സ്ഥലം കൊടുത്തിട്ടില്ല. ഇപ്പൊ അയാൾ പറ്റിച്ചാന്ന് പറഞ്ഞ് നടക്കുക. ആ ജോയിയെ ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ആ കേസിൽ ഇവൻ തോക്കുകയുള്ളൂ. അതൊക്കെ എനിക്കറിയാം. അത് കൈകാര്യം ചെയ്യാൻ പഠിക്കണം. എൻ്റെ അടുത്ത് കാശ് ചോദിച്ചു വന്നപ്പോൾ അവൻ എങ്ങനെ ഒഴിവാക്കിയതെന്ന് നിനക്ക് കേൾക്കണം. കേൾക്കണമെന്നാ? നല്ല ഐഡിയ ആണെങ്കിൽ എനിക്ക് ഉപയോഗിക്കാമല്ലോ. അവൻ കാശ് ചോദിക്കലും
ദാ ഇത് കണ്ടോ? അല്ല കയ്യിലെന്താ? എടാ കയ്യിലല്ലടാ, പിന്നെ മുഖത്തേക്ക് നോക്ക്. ഫേസ് എക്സ്പ്രഷൻ. ടക്കെന്ന് ഫേസ് എക്സ്പ്രഷൻ ചേഞ്ച് വരുത്തി നിന്നെടുത്തുനിന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോരണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ എങ്ങനെ നിൽക്കണം. നീ ഇങ്ങോട്ട് വാടാ, നീ അവിടെ നിൽക്കില്ലേ? അപ്പൊ അങ്ങനെ അവനിങ്ങനെ അടുത്ത് വന്നു കഴിയുമ്പോൾ ആ അവൻ്റെ കാശിൻ്റെ ആവശ്യത്തെക്കുറിച്ച് നമ്മൾ ആത്മാർത്ഥതയോടെ ചോദിക്കണം. അപ്പോൾ അവൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് കഴിയുമ്പോൾ ആലോചനയോടെ വളരെ ഫീലിങ്ങോടെ നമ്മുടെ പ്രശ്നം അവതരിപ്പിച്ച് തുടങ്ങണം. ഇങ്ങനെ അങ്ങോട്ട് കൈകാര്യം ചെയ്യണം. എന്റെ പൊന്നു ചേട്ടാ, എന്താ അഭിനയം! കലക്കി ചേട്ടാ, കലക്കി. ചേട്ടന് സിനിമയിലും സീരിയലൊന്നും ട്രൈ ചെയ്തുകൂടെ? അവൻ അപ്പം തന്നെ ഒരക്ഷരം പറയാതെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. പിന്നല്ലാതെ ഇത് കേട്ടാ പിന്നെ ആരെങ്കിലും നിൽക്കുമോ അവിടെ? ഇത്രയും അവശനായിട്ടുള്ള മനുഷ്യനിൽ നിന്ന് പിന്നെ എന്ത് കിട്ടാനാണ്? അവിടുത്തെ കണ്ണുകൾ മനുഷ്യന്റെ വഴികളിൽ പതിയുന്നു. അവൻ ഓരോ അടിവെക്കുന്നതും അവിടുന്ന് കാണുന്നു. ജോബ് 34 അധ്യായം 21 വാക്യം. എൻ്റെ ആൻഡോ, മണി 11 കഴിഞ്ഞ് സമയം ഇപ്പോൾ 1:30 ആ മഹേഷ് എന്ന് പറയുന്നവൻ വന്നില്ലല്ലോ. ഇപ്പോൾ ഫോൺ എടുക്കണില്ലേ? ഛേ, ഇന്ന് രാവിലെ ഒന്നുകൂടി ഒന്ന് വിളിക്കേണ്ടതായിരുന്നു. അല്ല, നീ അപ്പം അയാൾ വിളിച്ചില്ലേ? ഇല്ല ചേട്ടാ, രാവിലെ ചായ കുടിക്കാൻ പോയപ്പോഴേ ഫോൺ അംബ്രൂസിൻ്റെ കടയിൽ വെച്ച് മറന്നുപോയി. പിന്നെ ചേട്ടനെ കാണുന്നതിലും ഒരു അരമണിക്കൂർ മുമ്പാ ഫോൺ എൻ്റെ കയ്യിൽ ആ ജോർജ് കൊണ്ട് തരുന്നത്. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണല്ലോ അങ്ങേര് വിളിച്ചിട്ട് 10 മണി എന്നുള്ളത് 11 മണിയാക്കിയത്. എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി അയാൾ പ്രതീക്ഷിക്കണ്ടെന്ന് എനിക്ക് തോന്നണത്. ഇത് അവനാണല്ലോ, ജോയി. ജോയിയാ? ആഹാ. അപ്പൊ ചേട്ടന്റെ ട്രീറ്റ്മെന്റ് ഏറ്റില്ല, അവൻ പിന്നെയും കടം ചോദിക്കാൻ വിളിച്ചായിരിക്കുള്ളൂ. ആ ഹലോ, നീ ഇപ്പം എവിടെ ഉള്ളത്? നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ആ എന്താ ചേട്ടാ, അവൻ വല്ല ഭീഷണിപ്പെടുത്തുവെല്ലാം ചെയ്താ? എന്താണ് കാര്യം? എന്താണ്? അല്ലടാ, ഞാനും നീയും വിചാരിച്ചതുപോലെയല്ല അവൻ. അവൻ ചോദിച്ചതിലും 5 or 6 ഇരട്ടി കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നിട്ടും അവൻ്റെ ഇല്ലായ്മ കണ്ട്
തിരിച്ചു കിട്ടില്ലെന്ന് കണ്ട് അവനെ കള്ളക്കഥ പറഞ്ഞ് ഞാൻ ഒഴിവാക്കി. പക്ഷെ അവനോ ഞാൻ പറഞ്ഞ കള്ളക്കഥ വിശ്വസിച്ച് എൻ്റെ ദാരിദ്ര്യത്തിൽ സഹകരിച്ച് എന്നെ സഹായിക്കാൻ തയ്യാറായിരിക്കുന്നു. ഇത്ര പെട്ടെന്ന് അവൻ എന്ത് ചെയ്തെന്നാ ചേട്ടൻ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകണില്ല. എൻ്റെ മനസ്സിലാടാ മനസാക്ഷി ഒട്ടുമില്ലാത്തത്. അവൻ്റെ എല്ലാം മനസ്സ് നല്ല സ്ഫടികം പോലെ തിളക്കമുള്ളത്. അവൻ്റെ ഇല്ലായ്മയിലും അവൻ ഞാൻ പറഞ്ഞ നുണ സത്യമാണെന്ന് കരുതി എനിക്ക് മരുന്നിനുള്ള പണം എവിടെന്നോ കടം വാങ്ങിക്കൊണ്ട് വന്നിരിക്കുക. 1500 രൂപ. കൂടാതെ നിനക്ക് കേൾക്കണോ, അവൻ്റെ കേസിൽ അവൻ അനുകൂലമായിട്ടാണ് വിധി വന്നിരിക്കുന്നത്. വളഞ്ഞ വഴി സ്വീകരിച്ച നമ്മളാണോ ശരി, നേരിൻ്റെ വഴി സ്വീകരിച്ച അവനാണോ ശരി? നീതിമാൻ തൻ്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും. എസക്കിയേൽ 18-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.